അലൈക്കും കൂട്ടുകാരെ. നമ്മുടെ മുത്ത് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് നമുക്ക് അറിയാനും അത് കേൾക്കാനും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കേൾപ്പിച്ചു കൊടുക്കാനും നമുക്ക് വേറെ ഒരു സുഖമാണ്. ജീവിത ചരിത്രം നമ്മൾ കേൾക്കണം, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പൊ ഇന്ന് റജബ് 26-ാം രാവ്, നാളെ റജബ് 27-ാം രാവ്. അപ്പൊ എല്ലാവരും ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് കേൾക്കും, നിങ്ങളും കേൾക്കും. അപ്പൊ അതറിയാത്തവർക്ക് വേണ്ടി, അത് നല്ല രീതിയിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഒരു ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുത്തുനബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമം കൊണ്ട് ത്വാഇഫിലേക്ക് വന്നപ്പോൾ അവിടുന്ന് വീണ്ടും ദുഃഖിച്ച് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകുമ്പോൾ നബി തങ്ങളെ അല്ലാഹു തആല ആശ്വസിപ്പിക്കാനും ആദരിക്കാനും വന്നിരുന്നു. ഇതിനാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ 11-ാമത്തെ വർഷം റജബ് മാസം 27-ാം രാവ്, തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനിന്റെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഏതാനും മലക്കുകൾ വരുന്നതും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസം കിണറിന്റെ അരികിൽ കൊണ്ടുപോകുന്നതും. അവിടെ വെച്ചാണ് ആ മലക്കുകൾ നബി തങ്ങളുടെ നെഞ്ചി കീറി ഉൾഭാഗം കഴുകി വൃത്തിയാക്കി വിജ്ഞാനം നടക്കുന്നത്. കാരണം നടക്കാനിരിക്കുന്നത് വലിയൊരു യാത്രയാണ്. നബിതങ്ങൾ അള്ളാഹുവിന്റെ നിക്കാഹിന് വേണ്ടിയുള്ള യാത്രയാണ്, ഏയാൻ ആകാശം കടന്നുള്ള യാത്രയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനവുമായി നബിതങ്ങളുടെ അടുത്ത് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനത്തോട് പറഞ്ഞു, ബുറാഖെ, നിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്വമേറിയ ആരും തന്നെ ഇതുവരെയും കയറിയിട്ടില്ല. അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാഖിൽ കയറി 1 മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര നടത്തിച്ചു. നബിതങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഇമാമ ഒക്കെ നിന്നു. മക്കയിൽ നിന്ന് മുഖദ്ദസിലേക്കുള്ള യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് നബിതങ്ങൾ ഏഴാനാകാശത്തിന്റെ അപ്പുറത്തേക്കും നബിതങ്ങൾ യാത്രയായി. ഇൻഷാ അല്ലാഹ് മിഅ്റാജ് എന്ന് പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.